എടി കറുമ്പി, ഇത്രയും നേരമായിട്ടും നീ ഇവിടെ എന്തെടുക്കുകയാണ്? നീ എങ്ങനെ ഇത്ര കറുത്തവളായി മാറി? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുവാൻ വേണ്ടി നിന്റെ ഈ കോലം കണ്ട് നിന്റെ അനിയത്തിമാരുടെ കല്യാണം മുടങ്ങിയാൽ അന്ന് ഞാൻ നിന്നെ ശരിയാക്കും. നഗരത്തിലെ തിരക്കുകളൊഴിഞ്ഞ ഒരു ചെറിയ വീട്. അവിടെ ചെറിയൊരു മുറിയിലാണ് ഐഷയുടെ ലോകം. വെറും 15 വയസ്സുള്ള ആ കുട്ടിയുടെ മനസ്സിൽ നൂറ്റാണ്ടുകളുടെ സങ്കടമുണ്ടായിരുന്നു. ഐഷ ചെയ്ത തെറ്റ് ഒന്ന് മാത്രമാണ്: കറുത്തവളായി ജനിച്ചു. ഐഷ ജനിച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഉമ്മ ഈ ലോകം വിട്ട് തന്നെ വിട പറഞ്ഞു പോയി. അതോടെ ഐഷ ഒരു ശകുനപ്പിഴവായി മുദ്രകുത്തപ്പെട്ടു. ജനിച്ചപ്പോൾ തന്നെ സ്വന്തം ഉമ്മയെ കൊന്നവൾ, ഒന്നിനും കൊള്ളാത്ത കറുമ്പി. നാട്ടുകാരും വീട്ടുകാരുമെല്ലാം അവളെ കുറ്റം പറഞ്ഞു. ഐഷയുടെ ഉപ്പ കരീംബായി വളരെ പാവപ്പെട്ടവനും ശാന്ത സ്വഭാവമുള്ളവനുമായിരുന്നു. ഒരു ചെറിയ സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഭാര്യയുടെ വേർപാടിന് ശേഷം തന്റെ കുഞ്ഞിനെ പരിപാലിപ്പിക്കുവാൻ നോക്കുവാനും രണ്ടാമത് മറ്റൊരു വിവാഹം കഴിച്ചു. ഷംന എന്നായിരുന്നു രണ്ടാമത് വന്ന ഉമ്മയുടെ പേര്. തുടക്കത്തിൽ ഷംന ഐഷയോട് നല്ല സ്നേഹം കാണിച്ചിരുന്നു. പിന്നെ സ്വന്തം മക്കളുണ്ടായപ്പോൾ ആ വീട്ടിലെ ഒരു അധികപ്പറ്റായി ഐഷ മാറി. ഷംനയ്ക്ക് 2 പെൺമക്കളാണ് ഉണ്ടായത്, റംനയും റഹനയും. വിധിയെന്ന് പറയട്ടെ, അവർ രണ്ടുപേരും അതീവ സുന്ദരികളായിരുന്നു. വെളുത്തു തുടുത്ത ശരീരവും ആരെ കൊതിപ്പിക്കുന്ന സൗന്ദര്യവുമായി അവർ ആ വീട്ടിൽ വളർന്നു. ഒരേ വീട്ടിൽ സന്തോഷത്തോടെ അവർ ഓടിക്കളിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് ഐഷ ചെറിയൊരു മുറിയിൽ ഒതുങ്ങി കൂടേണ്ടി വന്നു. പക്ഷേ ഐഷയ്ക്ക് ആരോടും പരിഭവം ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതലേ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ ഐഷയെ ഇരുട്ടുള്ള ചെറിയ മുറിയിലേക്ക് ഷംന തള്ളിയിടും. തന്റെ സുന്ദരികളായ മക്കളെ നല്ല ഡ്രസ് അണിയിച്ച് സുന്ദരികളായി നിർത്തും. ഐഷ അറിയാതെ പുറത്തു വന്നാൽ അതിഥികൾ ചോദിക്കും, ഇതാരാണ്? ഇവിടത്തെ ജോലിക്കാരുടെ മകളാണോ? ആ വാക്ക് ഐഷയുടെ ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നും. ഉടനെ തന്നെ ഷംന കള്ളത്തരം പറയും, ഇത് അകന്ന ബന്ധത്തിലുള്ള കുട്ടിയാണ്, വീട്ടിൽ സഹായത്തിനൊക്കെ നിർത്തുന്നതാണ്. തന്റെ മകളുടെ ഈ അവസ്ഥ കാണുമ്പോൾ കരീംബായ്ക്ക് സങ്കടം തോന്നും. തന്റെ തന്റേടിയായ ഭാര്യയെ എതിർക്കുവാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ കാലം കഴിഞ്ഞുപോയി. കുട്ടികൾ 3 പേരും വലുതായി. റംനയും റഹനയും കോളേജിൽ പോകുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ധരിക്കുവാനും കൂട്ടുകാരുമായി കറങ്ങുവാനും അവർ തുടങ്ങി. എന്നാൽ ഐഷയ്ക്ക് വീടിന്റെ ചെറിയ മുറിയിൽ ഒതുങ്ങിക്കൂടുവാനായിരുന്നു അനുവാദം. അവളെ അവിടുത്തെ ജോലിക്കാരിയായി മാറ്റി ഷംന. വീട്ടിലെ എല്ലാ ജോലിയും അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഒടുവിൽ വിശക്കുമ്പോൾ അവൾക്ക് കൊടുക്കുന്നത് തലേദിവസത്തെ ചോറ് മാത്രമായിരിക്കും. ഇതിനൊന്നും എതിർപ്പ് പറയാതെ ഐഷ അവിടെ നിന്നു. അവൾക്ക് ഇതിനൊന്നും എതിർപ്പ് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഷംന ദേഷ്യത്തിൽ തന്നെ ഐഷയോട് പറഞ്ഞു, എടി കറുമ്പി, ഇത്രയും സമയമായിട്ടും ചിക്കൻ കറി വെച്ച് കഴിഞ്ഞില്ലേ? ഇത് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു കഷ്ണം പോലും നിനക്ക് കിട്ടുമെന്ന് നീ കൊതിക്കണ്ട. ഇതിന്റെ മണം കേട്ട് നീ ആ തണുത്ത ചോറ് തിന്നാൽ മാത്രം മതി. അത് തന്നെ അധികമാണ് നിനക്ക്. ഷംനയുടെ ഈ വാക്കുകൾ ഐഷയുടെ ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നും. ഷംനയുടെ ഈ ക്രൂരതയ്ക്ക് അവിടെ പ്രതികരിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. കരീംബായുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമായിരുന്നു, എങ്ങനെയെങ്കിലും എന്റെ മകൾ ഐഷയ്ക്ക് ഈ നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണം. അവളെ എങ്ങനെയെങ്കിലും നല്ലൊരു വിവാഹം കഴിച്ചാൽ അവൾക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റും. അങ്ങനെ കരീംബായ് പലയിടത്തും ആലോചനകൾ നടത്തി. പക്ഷേ ഐഷയുടെ ഫോട്ടോ കാണുമ്പോൾ എല്ലാവരും തലതിരിക്കും. ഇത് ഷംനയ്ക്ക് ഏറെ സന്തോഷമാക്കി. അങ്ങനെ ഒരു കൂട്ടർ ഐഷയെ കാണാൻ വരാമെന്ന് ഏറ്റു. കരീംബായ്ക്ക് ഇത് സന്തോഷമായി. എന്നാൽ ആ വാർത്ത കേട്ടപ്പോൾ ഷംന ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, ഇവളെയൊന്നും നാട്ടുകാരുടെ മുൻപിൽ നിർത്തുവാൻ പറ്റുകയില്ല. എനിക്കാണ് നാണക്കേട് ഈ കറുത്തവളെ നാട്ടുകാരുടെ മുൻപിൽ പിടിച്ചു നിർത്തുന്നതിന്. എന്നാൽ ആദ്യമായി കരീംബായ് ഷംനയെ എതിർത്ത് പറഞ്ഞു, എന്റെ മകളെ ഈ കൂട്ടർ വരുന്നവർ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ മകളെ നല്ലൊരു വിവാഹം തന്നെ നടക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഈ വാർത്ത കേട്ടപ്പോൾ ഐഷയ്ക്ക് സന്തോഷമായി. അങ്ങനെ പയ്യന്റെ വീട്ടുകാർ വരുന്ന ദിവസം എത്തി. ഐഷ തന്റേതായ രീതിയിൽ അണിഞ്ഞൊരുങ്ങി. എന്നാൽ മറുഭാഗത്ത് ഷംന റംനയെയും റഹീനയെയും നല്ല രീതിയിൽ അണിയിച്ചൊരുക്കി അവിടെ നിർത്തി. പയ്യന്റെ വീട്ടുകാർ വന്നപ്പോൾ പയ്യന്റെ ഉമ്മ റംനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇതാണോ കുട്ടി? ഉടനടി കരീംബായ് പറഞ്ഞു, ഇതല്ല, ഇത് അവളുടെ അനിയത്തിമാരാണ്. കുട്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. പറഞ്ഞു തീരും മുൻപേ ഐഷ ചായയുമായി എത്തി. ഐഷയെ കണ്ട ഉടനെ തന്നെ പയ്യന്റെ ഉമ്മ മുഖം വല്ലാതെ ചൊളിച്ചു. പയ്യനാകട്ടെ ചായക്കപ്പ് തൊടുവാൻ പോലും തയ്യാറായില്ല.
പയ്യന്റെ ഉമ്മ പരസ്യമായി ദേഷ്യത്തിൽ പറഞ്ഞു. കരീംഭായ്, നിങ്ങളുടെ മകൾ ഇത്രയും കറുത്തതാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ അപമാനിച്ചത്? ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും കറുത്ത കുട്ടി ഇതുവരെ ജനിച്ചിട്ടില്ല. എന്റെ മോൻ ഇവളെ കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് എനിക്ക് ആലോചിക്കുവാൻ പോലും പറ്റുന്നില്ല. ഇതെല്ലാം കേട്ടപ്പോൾ കരീംഭായ് തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ മകൾ കറുത്തതാണെങ്കിലും അവളുടെ മനസ്സ് പൊന്നുപോലെയാണ്. നിങ്ങളെയും നിങ്ങളുടെ മകനെയും എന്റെ മകൾ പൊന്നുപോലെ നോക്കൂ. എന്നാൽ കരീംഭായ് ഇത് പറഞ്ഞു തീരും മുൻപേ പയ്യന്റെ പെങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞു, അങ്കിളിന്റെ മകളെ കല്യാണം കഴിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കേണ്ടേ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ തന്നെ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പോകുന്ന വഴിയിൽ പയ്യന്റെ അമ്മ ദേഷ്യത്തിൽ തന്നെ ആയിഷയെ നോക്കി. ആയിഷ ഇതെല്ലാം കണ്ട് നിറകണ്ണുകളുമായി അവിടെ നിന്നു. അവർ പോയതോടെ ഷംന ദേഷ്യം കൊണ്ട് താണ്ഡവമാടി. ഞാൻ പറഞ്ഞതാണ് ഇവളെ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന്. പിന്നെ എന്തിനാണ് ഇവിടെ ഈ പ്രഹസനം നടത്തിയത്? ഇവൾക്ക് ഈ ലോകത്തിൽ ഒരു വരൻ പോലുമില്ല. ആയിഷ ഇതെല്ലാം കേട്ടപ്പോൾ അവിടെ നിന്ന് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ഓടി മുറിയിലേക്ക് പോയി. അവൾക്കത് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. അന്ന് രാത്രി കണ്ണാടിന് മുൻപിൽ അവൾ അവളുടെ മുഖം നോക്കി ഉറക്കെ കരഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ദിവസങ്ങൾ മാസങ്ങളായി മാറി. റംനയ്ക്കും റഹനയ്ക്കും വലിയ വലിയ ആലോചനകൾ വന്നു തുടങ്ങി. അത് കണ്ട് ഷംന സന്തോഷിക്കുകയാണ്. എന്നാൽ കരീംഭായ് മറുഭാഗത്ത് ദുഃഖിതനായിരിക്കുകയാണ്. ആയിഷയെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കണം എന്നായിരുന്നു കരീംഭായിയുടെ മനസ്സിൽ. അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി. തന്റെ മകളുടെ വിവാഹം ഇനി നടത്താൻ പറ്റില്ല എന്ന് ആലോചിച്ച് കരീംഭായ് ദുഃഖത്തിലായി. എന്നാൽ അപ്പോഴാണ് നാട്ടിലൊരു വലിയ വാർത്ത പടർന്നത്. നഗരത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, ആ കോടീശ്വരൻ വിവാഹാലോചനയ്ക്ക് വേണ്ടി നാട്ടിലെത്തിയിരിക്കുന്നു. റംസാൻ എന്നായിരുന്നു ആ കോടീശ്വരന്റെ പേര്. രൂപത്തിലും ഭാവത്തിലും രാജകുമാരനെ പോലെ തോന്നുന്നു. അവന് ഈ നാട്ടിൽ തന്നെ നല്ലൊരു പെൺകുട്ടിയെ വേണം എന്നായിരുന്നു ഡിമാൻഡ്. റംസാന്റെ വീട്ടുകാർ കൂടുതൽ വിശ്വസ്തരും പാവപ്പെട്ടവരും മനസ്സിൽ കളങ്കമില്ലാത്തവരുമായിരുന്നു. അവർക്ക് അതുകൊണ്ട് തന്നെ നല്ലൊരു പാവപ്പെട്ട ഒരു പെൺകുട്ടി, മനസ്സിൽ കളങ്കമില്ലാത്ത ഒരു പെൺകുട്ടിയെയാണ് തിരയുന്നത്. ഈ വാർത്ത കേട്ടതും ഷംനയ്ക്ക് സന്തോഷമായി. എങ്ങനെയെങ്കിലും ആ പണക്കാരനെ കൊണ്ട് റംനയെയോ റഹീനയെയോ വിവാഹം കഴിപ്പിക്കണമെന്ന് ഷംന ആഗ്രഹിച്ചു. അങ്ങനെ എന്റെ മക്കൾ രണ്ടുപേരും സുന്ദരികളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഷംന കരീംഭായിയോട് പറഞ്ഞു. അങ്ങനെ കരീംഭായിയെ നിർബന്ധിച്ചുകൊണ്ട് ബ്രോക്കറെ കണ്ടു. അങ്ങനെ ഇടനിലക്കാരൻ വഴി റംസാന്റെ വീട്ടിലേക്ക് കല്യാണാലോചന പോയി. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു വാർത്ത തന്നെ വന്നു. ഉടൻ തന്നെ റംസാന്റെ വീട്ടുകാരും റംസാനും പെൺകുട്ടിയെ കാണാൻ വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഷംനയ്ക്ക് സന്തോഷമായി. വീട് മുഴുവൻ പെയിന്റ് അടിച്ച് മക്കളെ രണ്ടുപേരെയും നല്ല രീതിയിൽ അണിയിച്ചൊരുക്കി ബ്യൂട്ടി പാർലറിലും മറ്റും കൊണ്ടുപോയി വലിയൊരു വിരുന്ന് സൽക്കാരവും ഒരുക്കി. പക്ഷേ ഈ ജോലികളെല്ലാം ചെയ്യിപ്പിച്ചത് ആയിഷയെ കൊണ്ടായിരുന്നു. ഷംന ദേഷ്യത്തിൽ തന്നെ ആയിഷയോട് പറഞ്ഞു, എടി കറുമ്പി, അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം അടിപൊളിയായിരിക്കണം. ഒരു കുറ്റവും പാടില്ല ഭക്ഷണത്തിന്. നല്ല രുചിയുണ്ടാകണം. ഭക്ഷണത്തിനങ്ങനെ രുചി കുറഞ്ഞാൽ ഞാൻ നിന്നെ ശരിയാക്കും. ഷംനയുടെ ഈ വാക്ക് അനുസരിക്കാൻ മാത്രമാണ് ആയിഷയ്ക്ക് സാധിച്ചത്. ആയിഷയുടെ മനസ്സിൽ ഈ നഗരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ തന്നെ ആരെങ്കിലും വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ എന്ന് ആലോചിച്ചു. പക്ഷേ അടുക്കളയിലെ കരിയും പുകയുമാണ് തന്റെ വിധിയെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു ആശ്വസിപ്പിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. വരൻ റംസാനും അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും കൂടി കരീംഭായിയുടെ വീട്ടിലേക്ക് വന്നു. വലിയ ആഡംബര വണ്ടിയിലാണ് അവർ വന്നിറങ്ങിയത്. റംസാൻ വിദേശത്ത് പഠിച്ചതാണെങ്കിലും വളരെ ലളിതമായ വസ്ത്രധാരണമാണ് ധരിച്ചിരിക്കുന്നത്. അവർ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ഷംന അവർക്ക് കൊടുത്തത്. റംനയെയും റഹനയെയും ഒരു മാലാഖയെ പോലെ അണിയിച്ചൊരുക്കി അവിടെ നിർത്തി. റംസാന്റെ ഉമ്മ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കൾ രണ്ടുപേരും നല്ല സുന്ദരികളാണല്ലോ. അത് കേട്ടപ്പോൾ ഷംന തന്റെ മക്കളെ പുകഴ്ത്തുവാൻ തുടങ്ങി. റംന ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത്. അവളെ കല്യാണം കഴിച്ചാൽ റംസാന് അവളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ റംസാൻ ഇതൊന്നും കേട്ടിട്ടും മൗനത്തിലായിരുന്നു. അവന്റെ കണ്ണുകൾ വേറെ ഏതോ ലോകത്തായിരുന്നു. അങ്ങനെ ഭക്ഷണത്തിനുള്ള സമയമായി. മേശയിൽ എല്ലാ വിഭവങ്ങളും നിരത്തിവെച്ചു. നെയ്ച്ചോറിന്റെയും പോത്തിറച്ചിന്റെയും മണം അവിടെ ആകെ പടർന്നു. റംസാൻ ഒരു ഉരുള കഴിച്ച് ഉമ്മയെ നോക്കി. അവന്റെ ഉമ്മയുടെ കണ്ണുകളിൽ ആശ്ചര്യം നിറഞ്ഞിരുന്നു. ഇത്രയും രുചിയുള്ള ഭക്ഷണം അവർ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എത്ര വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര രുചിയുള്ള ഭക്ഷണം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് റംസാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. റംസാൻ പിന്നീട് ഒരു ചോദ്യം ചോദിച്ചു, ഈ ഭക്ഷണം ആരാണ് ഉണ്ടാക്കിയത്? ഷംന ഉടനെ തന്നെ ചാടിക്കേറി പറഞ്ഞു, ഇത് എന്റെ മകൾ റംന ഉണ്ടാക്കിയതാണ്. അവൾക്ക് ഇതുപോലെ കുറെ വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ അറിയാം.
ഇത് കേട്ടപ്പോൾ റംസാൻ ഒരു നിമിഷം റംനയെ നോക്കി പറഞ്ഞു, ഗംഭീരമായിരിക്കുന്നു ഭക്ഷണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇതിന്റെ ചേരുവകൾ ഒക്കെ എന്താണ്, ഒന്ന് പറഞ്ഞു തരുമോ? അത് കേട്ടപ്പോൾ റംന ഒന്ന് പകച്ചു. നെയ്ച്ചോറിൽ നെയ്യിടുമോ നെയ്യൊഴിക്കുമോ എന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. റംന വിക്കി വിക്കി പറയുവാൻ തുടങ്ങി. അത് അത് ഉമ്മ പറഞ്ഞു തന്നതാണ്. പാക്കറ്റ് മസാല മറ്റുമൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ റംസാൻ ഒന്ന് പുഞ്ചിരിച്ചു. റംന കള്ളം പറയുകയാണെന്ന് അവന് മനസ്സിലായി. റംസാൻ പിന്നെ ശാന്തമായി തുടർന്നു. നോക്കൂ, ഞാൻ വിദേശത്താണ് വളർന്നത്. പക്ഷെ ഒരാൾ കള്ളം പറഞ്ഞാൽ എനിക്ക് വേഗം അറിയാം. സത്യം പറയൂ, ഈ ഭക്ഷണം ആരാണ് ഉണ്ടാക്കിയത്? ഇത് കേട്ടപ്പോൾ റംന വാക്കുകൾക്ക് വേണ്ടി പതറി. റംനയുടെ പതർച്ച കേട്ടപ്പോൾ കരീംബായി ഉടനെ തന്നെ പറഞ്ഞു, മോനെ, നീ പറഞ്ഞത് ശരിയാണ്. ഇത് റംനയുണ്ടാക്കിയതല്ല. ഇതെന്റെ മൂത്ത മകൾ ഐഷ ഉണ്ടാക്കിയതാണ്. റംസാൻ ഉടനെ തന്നെ പറഞ്ഞു, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. ഉടനെ തന്നെ ഇത് കേട്ടപ്പോൾ ഷംന പറഞ്ഞു, അയ്യോ മോനെ, അവളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ ഇവരെ പോലെയൊന്നുമല്ല. നിനക്കൊരിക്കലും ചേരാത്ത ഒരു മുഖമാണ് അവളുടേത്. ഇത് കേട്ടപ്പോൾ റംസാൻ ഒരു നിമിഷം ഷംനയെ തടഞ്ഞു. കരീംബായി അടുക്കളയിലേക്ക് സന്തോഷത്തോടെ ചെന്നു. അവിടെ ഐഷ കരിയും പുകയും ഏറ്റ് മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി പാത്രങ്ങൾ കഴുകുകയായിരുന്നു. മോളെ, അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നു. കരീംബായുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഐഷ പറഞ്ഞു, ഉപ്പ, ഞാൻ ആകെ മുഷിഞ്ഞ വേഷമാണല്ലോ. ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ അവിടേക്ക് വരും? ഒടുവിൽ കരീംബായുടെ നിർബന്ധത്തിൽ അവൾ അവിടേക്ക് ചെന്നു. എന്നാൽ ഷംന ഐഷയെ കണ്ടപ്പോൾ തുറച്ചു നോക്കി. ഷംന മനസ്സിൽ പറഞ്ഞു, ഇവളുടെ മുഖം കാണുമ്പോൾ തന്നെ അവർ തല തിരിച്ചോളും. പക്ഷേ റംസാന്റെ ഉമ്മ ഐഷയുടെ അരികിലേക്ക് പോയി പുഞ്ചിരിയോടെ പറഞ്ഞു, ഭക്ഷണം നന്നായിരുന്നു. റംസാൻ ഒരു നിമിഷം ഐഷയെ നോക്കി. പിന്നീട് റംസാൻ ചോദിച്ചു, ഇത് നിങ്ങളുടെ മകളാണോ കരീംബായി? റംസാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നിറകണ്ണുകളുമായി ഐഷയുടെ ജീവിതത്തെക്കുറിച്ച് കരീംബായി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഷംന ദേഷ്യത്തോടെ തന്നെ കരീംബായിയെ നോക്കി. കരീംബായിയുടെ വാക്കുകൾ അവസാനിച്ചപ്പോൾ റംസാൻ ഉറക്കെ പറഞ്ഞു, എനിക്കെന്റെ ജീവിത പങ്കാളിയെ കിട്ടി. ഇനി മുതൽ ഐഷയായിരിക്കും എന്റെ ജീവിത പങ്കാളി. ഞാൻ അവളെയായിരിക്കും വിവാഹം കഴിക്കുവാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ ഷംന കൈതുള്ളി. റംസാൻ ഉടനെ തന്നെ പറഞ്ഞു, ഇനി ആരും ഒന്നും പറയണ്ട. വിദേശത്തും മറ്റും ഞാൻ കഴിഞ്ഞപ്പോഴും എത്രയോ സുന്ദരികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആരുടെയും മനസ്സ് ഐഷയെ പോലെ ആയിരുന്നില്ല. സൗന്ദര്യമല്ല, മറിച്ച് ഒരാളെ സ്നേഹിക്കുവാനും സൽക്കരിക്കുവാനുള്ള മനസ്സ് മതി. അതാണ് ഏറ്റവും വലുത്. അത് ഐഷയ്ക്കുണ്ട്. എനിക്ക് ഒരു പ്രദർശന വസ്തുവിനെയല്ല വേണ്ടത്, മറിച്ച് എന്റെ വീട് സ്വർഗമാക്കുന്ന, എന്റെ ഉപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്ന ഒരു കുട്ടിയെയാണ്. അത് ഐഷയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഐഷയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കരീംബായിയുടെ മനസ്സും കണ്ണും സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഷംനയും മക്കളും അസൂയ കൊണ്ട് നീറിപ്പുകഞ്ഞു. അങ്ങനെ ഏറെ വൈകാതെ തന്നെ റംസാന്റെയും ഐഷയുടെയും വിവാഹം ആഡംബരമായി തന്നെ നടന്നു. റംസാൻ ഐഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നീ ഒരിക്കലും നിന്റെ കണ്ണുകൾ ഇനി നിറയുകയില്ല. നിനക്ക് ഞാനുണ്ട് ഇനി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റംസാൻ ഐഷയെ ചേർത്ത് പിടിച്ചു. അങ്ങനെ ജീവിതകാലം മുഴുവൻ അവർ സന്തോഷത്തോടെ കഴിഞ്ഞു.